അകത്തിരിക്കുന്ന ആൾ ഒരിക്കലും മനസ്സിലാകരുത്, ഒരിക്കലും അവരറിയരുത് ഇന്ന കംപ്ലൈൻറ്റ് തിയേറ്ററിൽ ഉണ്ടെന്ന് ഒരിക്കലും അവരത് അറിയാൻ പാടില്ല. അങ്ങനെ അങ്ങനെ അവരറിയാതെ ആ സിനിമയെ അവരെ ആസ്വദിപ്പിക്കാൻ ഒരു ഓപ്പറേറ്റർക്ക് കഴിയും. സ്ക്രീനിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിൽക്കുന്ന ആൾ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വോക്കൽ എവിടെ കേൾക്കണം, കറക്റ്റ് സെൻറ്ററിൽ തന്നെ അത് കേൾക്കണം. പക്ഷെ അത് കേൾക്കുന്നത് തിയേറ്ററിൻ്റെ ബാക്കിൽ ഏതോ സ്പീക്കർ എന്നാണ്. ഇങ്ങനെ ഇപ്പം ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? ഇങ്ങനെ ആയിരിക്കും HF ഇങ്ങനെ തിയേറ്ററിൽ കേൾക്കുന്നത്. ഓപ്പറേറ്റർ പുറത്താണെങ്കിലും അദ്ദേഹത്തിന് ഈ സൗണ്ട് അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചായിരിക്കുന്നെങ്കിൽ ആ HF പോയാൽ അദ്ദേഹത്തിന് കൃത്യം പിടികിട്ടി അത് അന്നാണ് തന്നെ എന്ന് അത് മാറ്റാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പോംവഴി ഉണ്ടാക്കാണ്ട് പറ്റും. നമസ്കാരം, ഗ്രാമഫോൺ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന തിയേറ്റർ ഓപ്പറേറ്റേഴ്സ് ജീവനക്കാരൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. നമുക്കറിയാം, തിയേറ്ററിലെ ശബ്ദ സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. മോണോ ട്രാക്കിൽ നിന്ന് തുടങ്ങി, മോണോയിൽ നിന്ന് തുടങ്ങി, പിന്നെ സ്റ്റീരിയോ, അൾട്രാ സ്റ്റീരിയോ, ഡോൾബി, പിന്നീട് 5.1, ഓറോ 3D 11.1, പിന്നീട് ഡോൾബി അറ്റ്മോസ്, DTS X വരെ എത്തി നിൽക്കുന്ന തിയേറ്ററിലെ ഓഡിയോ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പണ്ട് സ്ക്രീനിൻ്റെ ബാക്കിൽ ഒന്നോ രണ്ടോ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിൽ മാത്രം കേൾപ്പിച്ചുകൊണ്ടിരുന്ന സൗണ്ടിന് തിയേറ്ററിൻ്റെ ചുറ്റും ധാരാളം സ്പീക്കറുകൾ വെച്ചിട്ട് ആ സിനിമയുടെ പശ്ചാത്തലത്തിലേക്ക് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന രീതിയിൽ ഇന്ന് തിയേറ്റർ സൗണ്ട് സിസ്റ്റം ഭയങ്കരമായിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷേ ഇത് പലപ്പോഴും പല തിയേറ്ററുകളിലും ഇത് നമുക്ക് കൃത്യമായിട്ട് അല്ലെ എൻജിനീയേഴ്സ് എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഞാൻ ഈ അടുത്തിടെ എൻ്റെ നാട്ടിലൊരു തിയേറ്ററിൽ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു പടം കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊജക്ഷൻ അവിടെയുണ്ട്. പക്ഷേ ശബ്ദം, തിയേറ്ററിലെ സൗണ്ട് വന്നപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഈ ഭയങ്കര സങ്കടമായി ആയിപ്പോയി. സ്ക്രീനിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിൽക്കുന്ന ആൾ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വോക്കൽ എവിടെ കേൾക്കണം, കറക്റ്റ് സെൻറ്ററിൽ തന്നെ അത് കേൾക്കണം. പക്ഷെ അത് കേൾക്കുന്നത് തിയേറ്ററിൻ്റെ ബാക്കിൽ ഏതോ സ്പീക്കർ എന്നാണ്. വളരെ ചെറുതായിട്ട് ആ സെൻറ്ററിലും അത് വളരെ ബാക്കിൽ വെക്കുന്നത്. ഇപ്പം നമുക്കറിയാം, പുറകിൽ നിന്നൊരാൾ സംസാരിക്കുന്നതാണെങ്കിൽ അത് ആ സ്പീക്കറിലേക്കാണ് എൻജിനീയേഴ്സ് സെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലാണെങ്കിൽ ഇവിടെ ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. കറക്റ്റ് സ്റ്റേജിൽ നടക്കുന്ന സംഭവത്തിൻ്റെ ഓഡിയോ സെൻഡ് ചെയ്യുന്നത് മൊത്തം സ്റ്റേജിലേക്ക് തന്നെയായിരിക്കും. പക്ഷെ അത് സ്ക്രീനിൻ്റെ തിയേറ്ററിൻ്റെ ബാക്കിൽ കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് എൻജിനീയേഴ്സിൻ്റെ കുഴപ്പമല്ല, 100%. അവർ കറക്റ്റായിട്ടാണ് അത് മിക്സ് ചെയ്യുന്നത്. അത് തിയേറ്ററിൻ്റെ ഓഡിയോ ഇൻസ്റ്റാളേഷൻ്റെ പ്രശ്നമാണ്. ഒരു പക്ഷേ അവിടെ ആംപ്ലിഫയറുകളിൽ, അല്ലെങ്കിൽ അവർ കപ്ലിങ് ചെയ്ത ഭാഗത്തോ, അല്ലെങ്കിൽ അവർ ലൂപ്പ് അടിച്ചു കൊടുത്ത ഭാഗത്ത് ഈ സെൻട്രൽ സ്പീക്കറിൻ്റെ ആംപ്ലിഫയറിൽ നിന്നും ഒരു കണക്ഷൻ ഒന്നെങ്കിൽ അവർ അതിൻ്റെ ലൂപ്പ് അടിച്ച് അവർ ഈ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്, ഇത് എന്താണ് അവിടുത്തെ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ജീവനക്കാർ ഇത് മനസ്സിലാക്കാത്തതാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമായി. എനിക്കെന്നല്ല, അവിടെ നിന്ന് പല ആൾക്കാരും അതിങ്ങനെ അഭിപ്രായപ്പെട്ടു, ഈ സൗണ്ട് ഇവിടെ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, തിയേറ്ററിലേക്ക് ഒരു ഓപ്പറേറ്ററെ സെലക്ട് ചെയ്യുമ്പോഴത്തേനും അദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ടോ, അദ്ദേഹം ഇത്ര വർഷം ജോലിയുടെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് എന്നിവയോടൊപ്പം തന്നെ സൗണ്ടിനെ കുറിച്ചും പ്രൊജക്ഷനെ കുറിച്ചും അത്യാവശ്യം ഗ്രാഹ്യമുള്ള ഒരാളെ വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് നിങ്ങൾ മറ്റു രീതിയിൽ ചിന്തിക്കരുത്. കാരണം തിയേറ്ററിൽ സിനിമ കാണാനായിട്ട് പൈസ മുടക്കി വരുന്ന ആൾക്കാർക്ക് നല്ല വിഷ്വൽ ഓഡിയോ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ള തിയേറ്ററുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അതിന് ഒരു നല്ല പങ്ക് ഒരു ഓപ്പറേറ്റർ വഹിക്കാൻ പറ്റും. ഞാനൊരു ഓപ്പറേറ്റർ കൂടി ആയിരുന്നത് കൊണ്ട് എനിക്കിത് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. അപ്പം എന്താണ് സൗണ്ടിനെ കുറിച്ചുള്ളൊരു അത്യാവശ്യം ഒരു ഗ്രാഹ്യം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം, നല്ല ഗംഭീരമായിട്ട് ആ തിയേറ്ററിൽ സൗണ്ട് കേൾപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പണ്ടത്തെ പോലല്ല, സിനിമ ഓപ്പറേറ്റിംഗ് വളരെ സിമ്പിളായുള്ള ഒരു പരിപാടിയായിട്ട് മാറി. പണ്ട് ഇപ്പോൾ കാർബണൊക്കെ കത്തിച്ചാൽ അവിടുന്ന് മാറാൻ പറ്റത്തില്ല, അത് മുട്ടാൻ പറ്റത്തില്ല, അതിങ്ങനെ കത്തി തീരുന്നതനുസരിച്ച് ഇങ്ങനെ അത് തിരിച്ചടുത്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ റീല് പൊട്ടിപ്പോന്ന് നോക്കി നിൽക്കണം. അപ്പോൾ ഒരു ഓപ്പറേറ്റർ ആ പ്രൊജക്ടറിൻ്റെ അടുത്ത് തന്നെ നിൽക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. പടം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവെല്ലിൻ്റെ സമയത്തേക്ക് വന്നാൽ മതി, പണി എളുപ്പമാണ്. പക്ഷേ ഇത് പോരാ. തിയേറ്ററിൻ്റെ അകത്തിരിക്കുന്ന ശബ്ദ സംവിധാനങ്ങളെ ഒന്ന് ജഡ്ജ് ചെയ്ത് നമ്മുടെ തിയേറ്ററിലെ സ്പീക്കറുകൾ, ഓഡിയോ ഡ്രൈവുകൾ, അത് റെസ്പോൺസ് ചെയ്യുന്ന ആ ഓഡിയോയുടെ ക്വാളിറ്റി നമ്മളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം
അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറവ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ജഡ്ജ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ്, അത് ജഡ്ജ് ചെയ്യാനുള്ള കഴിവുള്ള ഒരാളാണ് ഓപ്പറേറ്ററെങ്കിൽ ഉറപ്പായിട്ടും ആ തിയേറ്ററിൽ നല്ലൊരു ശബ്ദ സംവിധാനത്തിൽ ആൾക്കാരെ പടം കാണിക്കാനായിട്ട് പറ്റും. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഞാനൊരു സൗണ്ട് എഞ്ചിനീയർ ആയതുകൊണ്ടും സൗണ്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്ത തിയേറ്ററിൽ കറക്റ്റായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഒരു പടം ഇട്ടു, സിനിമയായിട്ട് ആൾക്കാരെല്ലാം അത് ഗ്രഹിക്കുന്നു, നമ്മൾ പ്ലേ ചെയ്തു കഴിഞ്ഞാൽ നോർമലി നമ്മളിന്ന് പുറത്തോട്ട് ഇറങ്ങിപ്പോയി നമ്മളവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഈ അകത്തിരിക്കുന്ന ഈ എക്യുപ്മെൻറ്റ്സ്, സ്പീക്കറുകൾ, ഡ്രൈവുകൾ, ഇതിനെപ്പം വേണമെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് HF അങ്ങ് പോയി. അപ്പോൾ എന്താണ് HF-ലൂടെ എന്ത് ഫ്രീക്വൻസിയാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി സബിനകത്തുള്ള വരുന്ന എന്ത് ഫ്രീക്വൻസിയാണ്, അല്ലെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും എന്ത് വ്യത്യാസം വന്നു, അല്ലെങ്കിൽ ലെഫ്റ്റിൽ ഒരു സ്പീക്കർ പോയി കഴിഞ്ഞാൽ അത് അവിടെ കേൾക്കുന്നത് ഈ റൈറ്റിൽ തന്നെ, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ട്യൂണിങ്ങിൽ എന്തെങ്കിലും മാറ്റം വന്നോ എന്ന് സെൻസ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ നല്ലതല്ലേ. ഇനിയിപ്പം ഇദ്ദേഹം ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിപ്പോയി, അപ്പോൾ പെട്ടെന്ന് HF അങ്ങ് പോയി. HF പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡയലോഗ് ഡെലിവറി വളരെ താന്നു. ഇപ്പം ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ, ഇങ്ങനെ ആയിരിക്കും HF പോയി കഴിഞ്ഞാൽ തിയേറ്ററിൽ കേൾക്കുന്നത്. ഓപ്പറേറ്റർ പുറത്താണെങ്കിലും അദ്ദേഹത്തിന് ഈ സൗണ്ട് അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചായിരിക്കുന്നെങ്കിൽ ആ HF പോയാൽ അദ്ദേഹത്തിന് കൃത്യം പിടികിട്ടി അത് അന്നേരം തന്നെ എന്ന് അത് മാറ്റാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പോംവഴി ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാൻ പല തിയേറ്ററിലും ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ HF പോയി, ഇത് ഓപ്പറേറ്റർ അറിയുന്നില്ല, അദ്ദേഹം സ്വിച്ച് ചെയ്തിട്ട് വെളിയിലെങ്ങാണ്ടാണ്, അകത്ത് ഡയലോഗ് ഡെലിവറി ഇല്ല, ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആളെ അകത്ത് ഒന്ന് ഇറങ്ങി പുറത്ത് വന്നിട്ട് കേട്ടാൽ സൗണ്ട് ഇല്ലെന്ന് പറയുന്നു, സൗണ്ട് കേൾക്കാനില്ല, ഡയലോഗ് കേൾക്കാനില്ല. അന്നേരം ഓപ്പറേറ്റർ പോയിട്ട് എന്ത് ചെയ്യുന്നു, പ്രോസസ്സിൽ വോളിയം കൂട്ടി വെക്കുന്നു. എന്താ സംഭവിക്കുന്നത്, മറ്റ് ഡ്രൈവർക്ക് കൂടി പ്രശ്നമുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഡയലോഗ് ഡെലിവറി കേൾക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് സെൻസ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ HF പോയതാണ്. അപ്പോൾ എന്താ, ഒന്നേ പണം പോസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം 3-way 3 HF ഉള്ളതെങ്കിൽ ഒരു HF-ലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ തൽക്കാലം ഒന്ന് പണം കാണാൻ വേണ്ടി, അതിനുശേഷം എഞ്ചിനീയറെ വിളിച്ചിട്ട് അത് കംപ്ലൈൻറ്റ് മാറ്റിയിട്ട് ഓടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഈ വക കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഈ ഓഡിയോയെക്കുറിച്ച്, ശബ്ദ സംവിധാനത്തെക്കുറിച്ച്, എന്താണ് ലെഫ്റ്റും റൈറ്റും, അവിടെ എന്തൊക്കെ കേൾക്കുന്നു, എന്താണ് HF-നകത്തോടെ എന്ത് സൗണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അവിടെ ആ HF-ന് വോളിയം കുറഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരു സബ് വൂഫറിന് അതിൻ്റെ കോയിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് റെസ്പോൺസ് ചെയ്യുന്നതിനകത്ത് വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഒന്ന് സെൻസ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള തിയേറ്ററിലാണെങ്കിൽ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഒരു നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ തന്നെ പടം കേൾപ്പിച്ചു വിടാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായമാണ്, ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും, ഏറ്റവും കുറഞ്ഞത് വർഷത്തിലൊരിക്കലെങ്കിലും തിയേറ്ററിലെ സൗണ്ട് കാലിബ്രേറ്റ് ചെയ്തിരിക്കണം. കാരണം ഓരോ തിയേറ്ററിന് വേണ്ടി ഓരോ മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ മിക്സ് ചെയ്യുന്ന എഞ്ചിനീയർ അദ്ദേഹം മിക്സ് ചെയ്യുന്ന മിക്സിങ് തിയേറ്ററിലെ ഓഡിയോ അവിടുത്തെ കാലിബ്രേഷൻ സെൻസ് ചെയ്തിട്ടാണ് അദ്ദേഹം മിക്സ് ചെയ്യുന്നത്. നമ്മുടെ തിയേറ്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ തിയേറ്ററിൽ വെച്ചിരിക്കുന്ന സ്പീക്കറുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളമാണ്, അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ഏതെങ്കിലും വർക്ക് ചെയ്യാതിരിക്കുന്നുണ്ടോ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ, അത് ഓപ്പറേറ്ററൊക്കെ അറിയത്തുള്ളൂ. അത് ആദ്യം 1-2 ടെസ്റ്റ് കണ്ടൻ്റൊക്കെ ഇട്ട് മനസ്സിലാക്കിയ ശേഷമാണ് ഒരു പടം പ്ലേ ചെയ്ത് വിടുന്നെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ആംപ്ലിഫയർ ലെവലുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് പടം കാണിക്കാൻ പറ്റും. പക്ഷേ ഇതിനൊക്കെ ഈ അത്യാവശ്യം ഓഡിയോയെക്കുറിച്ച് സെൻസ് ഉള്ളൊരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഞാൻ ഓപ്പറേറ്റർമാരെ കുറ്റം പറഞ്ഞതല്ല, നിങ്ങൾ അതിനും കൂടി പ്രാപ്തരാകണം എന്നാണ് ഞാൻ പറയുന്നത്. ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ ഇത് കുറച്ചും കൂടെ അഡ്വാൻസ് ടെക്നോളജിക്ക് പിന്നെ വളരും. ഈ ഓഡിയോ ഇപ്പോൾ കാണുന്നതല്ല, ഇപ്പോൾ DTS-X അതിൻ്റെ മണ്ടയ്ക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ ഈ സെൻസ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ ആ തിയേറ്ററിലെ പടം ഗംഭീരമായിട്ട് ആൾക്കാരെ കാണിക്കാനും കേൾപ്പിക്കാനും പറ്റും എന്നുള്ളത് ഒരു 100% എൻ്റെ ഭാഗത്തുനിന്ന്, ഞാനൊരു ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഞാനതൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അത് കേൾപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തിയേറ്ററിൽ പൈസ മുടക്കി പടം കാണാൻ വരുന്ന ആൾക്കാരെ നന്നായിട്ട് കേൾപ്പിച്ചു വിടുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നാളെ ആൾക്കാർ വീണ്ടും തിയേറ്ററിലേക്ക് പടം കാണാൻ വരട്ടെ. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മളെ തിയേറ്ററിനകത്തെ ഇൻസ്റ്റാളേഷനകത്ത് ഇപ്പം സെൻറ്ററിൽ കേൾക്കുന്ന സൗണ്ടുകൾ പുറകെ കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കറക്റ്റ് സ്ക്രീനിൻ്റെ നടുക്ക് നിൽക്കുന്ന ആൾക്ക് സംസാരിക്കുന്നത് അവിടെയാണ് കേൾക്കേണ്ടത്. ആ സൗണ്ട് തന്നെ പുറകിലും പിന്നെ കേൾക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് തിയേറ്ററിലെ ഇൻസ്റ്റാളേഷനകത്ത് എവിടെയോ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനും അത് ആ എൻജിനീയറെ ആരാണോ അവിടെ ഇൻസ്റ്റാളേഷൻ ചെയ്ത് അവരെ വിളിച്ചിട്ട് അത്
അത് കറക്റ്റ് ചെയ്ത് ആ ഒരു പ്രോബ്ലം പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പടം കാണിച്ചു വിടാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു തിയേറ്ററിലെ ഇൻസ്റ്റാൾ ചെയ്ത എഞ്ചിനീയർ വന്നിട്ട് ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നതിനും അവരൊരു ലെവൽ വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിനീയർ പറയും ഇന്ന ലെവൽ കീപ്പ് ചെയ്തോളാം, ഈ ലെവലിൽ വെച്ചോളം പറയും. അപ്പോൾ ചില ഓപ്പറേറ്റർമാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ ലെവലിൽ തന്നെ കൃത്യം കറക്റ്റ് വെക്കുക, അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും അവരത് കൂട്ടി വയ്ക്കത്തുന്നില്ല. പക്ഷേ ഓരോ പടത്തിനും മിക്സ് വ്യത്യാസമുണ്ട്. ചില പടങ്ങൾക്ക് നല്ല ലെവലായിരിക്കാം, ചില പടത്തിന് ലെവൽ വളരെ കുറവായിരിക്കും. അതനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയാൽ നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് KGF സിനിമ വന്ന സമയത്ത് അതിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് എനിക്കറിയായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, വളരെ ഒരു എന്താണ് ആദ്യം ഇറിറ്റേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു മിക്സിംഗ് ആയിരുന്നു അത്. അപ്പം ഞാൻ എൻ്റെ എഞ്ചിനീയറെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് അത്, പടം വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അതുകൊണ്ട് ഈ ട്രെയിലർ വെച്ചിട്ട് എൻ്റെ തിയേറ്ററിൽ എനിക്കൊന്ന് ട്യൂൺ ചെയ്ത് ഈക്വലൈസറൊക്കെ ഒന്ന് സെറ്റാക്കി തരണം, കാരണം ഈ അവസ്ഥ പടം കാണിച്ചാൽ ആൾക്കാർ തിയേറ്ററിനകത്ത് ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എഞ്ചിനീയർ വന്നിട്ട് ട്രെയിലർ അദ്ദേഹം ഒന്ന് കണ്ടു, ഒറ്റത്തോളം അദ്ദേഹം കണ്ട ശേഷം അദ്ദേഹം അത് സെൻസ് ചെയ്ത് അദ്ദേഹം എന്ത് വെച്ചാൽ വന്നിട്ട് കാലിബ്രേറ്റ് ചെയ്ത് ആ ലെവലൊക്കെ സെറ്റ് ചെയ്ത് ആ ഹൈ, അതായത് HF ഒക്കെ നല്ല സ്മൂത്തായിട്ട് ക്രിസ്പി ആയിട്ട് അദ്ദേഹം വെച്ചു. അതിനുശേഷം ട്രെയിലർ ഇട്ടപ്പോൾ വളരെ ഗംഭീരമായി. പിന്നീട് ആ സിനിമ ഓടിച്ചപ്പോഴത്തേനും എല്ലാവർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടു. ഇറങ്ങിയ ആൾക്കാരൊക്കെ സൗണ്ടിനെ കുറിച്ച് ഒരുപാട് നല്ല സൗണ്ട് മിക്സിംഗ് ആയിരുന്നു, നല്ല സൗണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അത് ആ മിക്സിങ്ങിൻ്റെ പ്രത്യേകതയല്ല, മിക്സിങ്ങിൻ്റെ പ്രത്യേകത അവിടെ നിൽക്കട്ടെ. അതിലുപരിയായിട്ട് ഈ എൻജിനീയർ വന്ന അദ്ദേഹം അതിനെ ഒന്ന് നമ്മളെ തിയേറ്ററിൻ്റെ ഓഡിയോ റെസ്പോൺസ് ചെയ്യുന്നത് മനസ്സിലാക്കി അദ്ദേഹം അതിനെ എന്ത് ചെയ്തു, ഒന്നുകൂടി ഒന്ന് ട്യൂൺ ചെയ്ത് ഈക്വലൈസറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, എന്നിട്ട് ഞാൻ KGF ഇട്ടപ്പോൾ എനിക്ക് നല്ലൊരു മിക്സിങ് കിട്ടി. പക്ഷെ അത് പല സ്ഥലത്തും HF അടിച്ചു പോയി, ചില സ്ഥലങ്ങളിൽ സ്പീക്കറുകൾ പോയി, ചില സ്ഥലത്ത് സബ് അടിച്ചു പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, അപ്പം എഞ്ചിനീയർ ഈ ലെവലെ വെക്കാവുള്ളൂ ഇപ്പോൾ ആ ലെവലങ്ങ് വെച്ചു, അതിലേക്ക് അവർ കുറയ്ക്കാനും ഇതാക്കാനും നോക്കിയില്ല. പക്ഷേ ആ സിനിമയുടെ മിക്സ് വളരെ ഇറിറ്റേഷനുള്ള ഒരു മിക്സായിരുന്നു. അത് നമ്മളൊന്ന് സെൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ പല തിയേറ്ററുകാർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നിത്രേ ഉള്ളൂ, തിയേറ്ററിലെ ഓപ്പറേറ്റേഴ്സ് ഒന്ന് മനസ്സ് വെച്ചാൽ അവർ ഈ സൗണ്ടിനെ കുറിച്ചൊന്ന് ബോധവാന്മാരായിട്ടിരുന്നാൽ, അതായത് അവർ ജോലി ചെയ്യുന്ന തിയേറ്ററിൻ്റെ ഓഡിയോ കുറിച്ച് അവർക്കേ ധാരണയുള്ളൂ, എന്തൊക്കെ സാധനങ്ങളാണോ അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്, ഏതിനൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് അവർക്കേ അറിയൂ. അപ്പം അത് അകത്തിരിക്കുന്ന ആൾ ഒരിക്കലും മനസ്സിലാകരുത്, ഒരിക്കലും അവരറിയരുത് ഇന്ന കംപ്ലൈൻറ്റ് തിയേറ്ററിലുണ്ടെന്ന് ഒരിക്കലും അവരത് അറിയാൻ പാടില്ല. അങ്ങനെ അവരറിയാതെ ആ സിനിമയെ അവരെ ആസ്വദിപ്പിക്കാൻ ഒരു ഓപ്പറേറ്റർക്ക് കഴിയും. അങ്ങനെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ ആസ്വാദനം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. മാത്രമല്ല നിങ്ങളുടെ അടുത്ത് വന്ന അവർ നന്നായിരുന്നു എന്ന് പറയും. എൻ്റെ അടുത്ത് വന്ന ഒരുപാട് ആൾക്കാർ നന്നായിരുന്നു കേട്ടോ, നല്ല സൗണ്ടായിരുന്നു, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനല്ലോ. പക്ഷേ നമ്മളാലാകുന്ന ഒരു കോൺട്രിബ്യൂഷൻ കൂടെ കൊടുക്കുമ്പോൾ അത് ഗംഭീരമായിട്ട് ആൾക്കാരെ കാണിക്കാനായിട്ട് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാവരും നന്നായിട്ട് സിനിമ കാണിക്കാൻ പറ്റട്ടെ, സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.